പുതിയ ചാനലായി വന്നിരിക്കുന്നതാണ്. പുതിയ ചാനലാ? പുതിയ വീഡിയോ? പുതിയ വീഡിയോ ചാനൽ അല്ല, പഴയ ചാനല് പുതിയ വീഡിയോ. ആഫ്റ്റർ 2 years, നമ്മൾ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരികയാണ്. ഇപ്പൊ നമ്മൾ എവിടെയുള്ളത്? ഇപ്പൊ നമ്മള് ദുബായിലാണ്. അല്ല, ഇപ്പൊ നമ്മളുള്ളത് ദുബായിലാണ്. നമ്മളിവിടെ വന്നിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. വരുന്നതിന് മുമ്പ് ആണ് ഞാൻ വീഡിയോ ഇട്ടോണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ടൈം കിട്ടാതെയൊക്കെ ആയപ്പോ സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്ങിന്റെ ഒക്കെ ഒരു മടി കൊണ്ടൊക്കെയാണ് വീഡിയോസ് ഇടാതെ ആയി. അപ്പോ ഇപ്പൊ സിദ്ധാർത്ഥ നമ്മൾ വന്നിരിക്കുന്നത് ഡെസേർട്ട് സഫാരി. അത് നമ്മൾ പോകാൻ പോവുകയാണ്. അത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഡെസേർട്ട് അല്ല, ലാൻഡ് ക്രൂസറിലാണ്. നമ്മൾ അവിടെ എത്താനായിട്ട് 1 മണിക്കൂർ എടുക്കും. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു പർച്ചേസിങ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്ത് നമ്മൾ വണ്ടി ആദ്യം സ്റ്റോപ്പ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഇതുപോലത്തെ ഷോളും അതുപോലെ അറബ്സ് യൂസ് ചെയ്യുന്ന പോലത്തെ തലപ്പാവും അങ്ങനെയൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഷോള് കിട്ടി. അതുപോലെ ചേട്ടായും സിത്തും ഇതുപോലത്തെ ചെയ്തു. അപ്പോൾ ബേബിയുടെ മുടി ഞാൻ ഓൾറെഡി നല്ല ഭംഗിയിൽ കെട്ടിക്കൊടുത്തതുകൊണ്ട് അവൾക്ക് ഷോളൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ അതിൻ്റെ കുറുമ്പിലായിരുന്നു അവൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മിക്കവാറും ഞങ്ങൾ 4 പേരും കൂടിയുള്ള ഫോട്ടോസ് വളരെ കുറവാണ്. അപ്പോൾ ആരെങ്കിലും ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും കിട്ടുമ്പോൾ അതുപോലെ ഞങ്ങൾ 4 പേരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കാറാണ്. ഇത് ഞങ്ങൾ അതിന് ശേഷം പോയിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ നമുക്ക് മരുഭൂമിയിലൂടെ ബൈക്ക് ഓടിക്കാനൊക്കെ പറ്റും. പിന്നെ പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യാം, ചെറിയ സ്നാക്സൊക്കെ വാങ്ങിക്കാം. ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വന്നിട്ട് അവർ കൂട്ടിയിട്ട് പോകുന്നത്. നമ്മളെ വണ്ടിയിലല്ല വരുന്നത്. അവർ വന്ന് അവരുടെ ലാൻഡ് ക്രൂസറിൽ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്യും. ഞങ്ങളുടെ കൂടെ വേറെയും 1-2 ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴും ക്യാമ്പിൽ എത്തിയിട്ടില്ല. ഇത് പോണ വഴിയിലെ ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ബൈക്ക് റെന്റിനെടുത്തിട്ട് നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫാൽക്കൺ തന്നെ അല്ലേ അത്? ഫാൽക്കൺ അല്ലേ ആ കിളിയുടെ പേര്? UAE നാഷണൽ ബേർഡായിട്ടുള്ള ഫാൽക്കണെ നമുക്ക് കയ്യിലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും, ഫോട്ടോ ഒക്കെ എടുക്കും. ചെറുതാണ്, കുട്ടിയാണ്. പിന്നെ ഇതുപോലെ ഇവിടെ ഈ സാൻഡിൻ്റെ ഒരു മൗണ്ടെയിൻ ഉണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കയറി കളിക്കാം. ആളുകളൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ഒട്ടകം നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ശരിക്കും പോണത് അബുദാബി ബോർഡറിലുള്ള ക്യാമ്പിലോട്ടാണ്. ഇപ്പോൾ ഇവിടെ വാറിൻ്റെ പ്രശ്നങ്ങളുള്ളത് കാരണം ഷാർജയിലെയും ദുബായിലൊക്കെ ഡെസേർട്ട് സഫാരി ക്യാമ്പുകളെല്ലാം ഇപ്പോൾ ക്ലോസ് ആണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ വണ്ടിയിൽ കയറിയതിന് ശേഷമാണ് അറിയുന്നത് നമ്മൾ പോകുന്നത് അബുദാബിയിലോട്ടാണെന്ന്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു പ്ലേസിൽ അവർ കൊണ്ടുവന്നാണ്. ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ഒരു 20 minutes കഴിഞ്ഞ് നമ്മൾ വീണ്ടും അബുദാബിയിലോട്ട് പോകും. ഇതൊന്നും നമ്മൾ എടുത്തിട്ടുള്ള പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ, ഈ ഫാൽക്കൻ്റെ ഇതൊന്നും. അതുപോലെ നമ്മൾ ബൈക്ക് റെൻറ്റിന് എടുക്കുന്നതും നമ്മൾ എടുത്തിട്ടുള്ള പാക്കേജിലുള്ളതല്ല. അതൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ഇയാൾ ശരിക്കും ഞങ്ങളെ നന്നായിട്ട് പറ്റിച്ചു. ഒരാൾക്ക് ഇതുപോലെ ഫാൽക്കൻ്റെ കയ്യിൽ വയ്ക്കാൻ 30 dirhams ആൾ വാങ്ങിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി ആ സാൻഡൊക്കെ കാണുന്ന ആ ഭാഗത്ത് എത്തിയപ്പോൾ വേറൊരാൾ വരുന്നുണ്ടായിരുന്നു 10 dirhams എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവർ 2 പേരുടെയും കയ്യിൽ വയ്ക്കുകയും ചെയ്തു. നമ്മൾ 60 dirhams കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഓർത്തത് ബൈക്ക് എടുക്കണ്ടെന്നൊക്കെ തന്നെയായിരുന്നു. കാരണം അവർ 150 dirhams ആണ് ഒരു ബൈക്കിന് റെൻറ്റ് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ പാക്കേജ് എടുത്ത സമയത്ത് അതിനകത്ത് നമുക്കെന്തോ ഓഫർ ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് 100 dirhamsന് 2 ബൈക്ക് കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 ബൈക്കുമായിട്ട് സിദ്ധുവും ചേട്ടായും കൂടി ഒരു ബൈക്കിലും ഞാനും ബേബിയും ഒരു ബൈക്കിലും അങ്ങനെ പോവാന്നുള്ള പ്ലാനൊക്കെ ആയി.
അങ്ങനെ ഞങ്ങൾ ബൈക്ക് എടുത്തു. ഇവർ ഈ മൗണ്ടൈൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ. എൻ്റെ അടുത്ത് കയറാൻ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ചൂടുണ്ടായിരുന്നു, കുറച്ചൊക്കെ നല്ല ഉച്ച സമയമല്ലേ. പിന്നെ ഈ മണലിൽ ഇങ്ങനെ കാല് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, ഇപ്പോഴേ ടയർഡാവാൻ വയ്യ, കാരണം വൈകിട്ട് വരെ ഇരിക്കേണ്ടതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ കയറിയില്ല. ഇവർ മുകളിൽ പോയി കുട്ടികൾ ഓടി കളിച്ച്. അവർ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എവിടേക്കും പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കുറേ ആഴ്ചകളായിട്ട്. ഇവർക്കാണെങ്കിൽ ഇപ്പോൾ എക്സാംസും ക്യാൻസലായി, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾക്കും ഇടയ്ക്ക് ഡ്യൂട്ടി ഉണ്ടാവും, ഇടയ്ക്ക് വർക്ക് ഫ്രം ഹോം ആവും. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലിരിക്കുമ്പോൾ കുറച്ചൊന്ന് റെഡിയായി എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഇതൊക്കെ പുറത്തോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത്. പിന്നെ ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഞങ്ങളത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ വീണ്ടും റീഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഈ ഒരു ഡേറ്റ് എടുത്തത്. എന്താ മുകളിൽ പോയിട്ട് എന്താ കണ്ടേ? മോള് പോയപ്പോ തിരിച്ചു വരാൻ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വരാൻ പേടിയായി. അപ്പൊ ഞങ്ങൾ രണ്ടാളും ചവിട്ടി, പപ്പയും ഞാൻ ചവിട്ടിയ ടൈം അത് വെള്ളം പോലെ ഒരു ചവിട്ടി വെള്ളം പോലെ വരുന്നത്. അപ്പൊ ഞങ്ങൾ ചവിട്ടി ഞങ്ങളുടെ കൂടെ വന്നവരാരും ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മക്കൾ നിർബന്ധം പിടിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ ബൈക്ക് എടുത്തു. ശരിക്കും 20 മിനിറ്റ്സാണ് നമുക്ക് കിട്ടുക ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ. ബേബീനെ ഞാൻ ആദ്യം ഫ്രണ്ടിൽ ഇരുത്തിയപ്പോൾ എനിക്ക് തീരെ ഓടിക്കാൻ കഴിയില്ല, 1-2 വട്ടം വണ്ടി ഓഫായി. അപ്പം ഞാൻ പിന്നെ അവളുടെ ഫ്രണ്ടിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ബാക്കിലോട്ട് ഇരുത്തി. അങ്ങനെയാണ് പിന്നെ ഓടിച്ചത്. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. സിദ്ധു ശരിക്കും ഓടിക്കുന്നുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് സ്കൂട്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് ഭയങ്കര പാടായിരുന്നു ഓടിക്കാൻ. വിചാരിക്കുന്ന പോലെ ഒന്നും തിരിക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ക്യാമ്പിലോട്ട് പോയി. അപ്പോഴേക്കും ഒത്തിരി ലേറ്റായിട്ട് ഒരു 6 o'clock ഒക്കെ ആയി കാണും. അവിടെ നിന്ന് ഫസ്റ്റ് ഞങ്ങൾ ഇതുപോലെ ഒട്ടകത്തിൻ്റെ പുറത്ത് ഒരു റൈഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് മോളെ ഫ്രണ്ടിലെത്തിയിട്ട് കയറാൻ പേടിയായി, കാരണം അവളെ ഈ കൊട്ടകം ഇറങ്ങുന്ന സമയത്ത് നിർത്തുന്ന സമയത്ത് ഇതിങ്ങ് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചെരിയും. അപ്പോൾ എനിക്കിങ്ങനെ അവളെ പിടിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാനും പറഞ്ഞു ചേട്ടായി അവളും കൂടി കയറിക്കോ, ഞാനും സിദ്ധും കൂടി കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ 2 ട്രിപ്പായിട്ട് അങ്ങനെ കയറി. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടകത്തിൻ്റെ പുറത്ത് ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. ഊട്ടിയിൽ പോയപ്പോൾ കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാളും പാടാട്ടോ ഇതിൻ്റെ പുറത്ത് കയറാൻ. ശരിക്കും പേടിയുണ്ടായിരുന്നു, നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട്. പിന്നെ മാത്രമല്ല അത് തിരിച്ച് പൊങ്ങുന്ന സമയത്തും അതുപോലെ എണീക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും നമുക്ക് പേടിയാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ വേറൊരു ലാൻഡ് ക്രൂസറിൽ കയറിയിട്ട് ഡെസേർട്ട് സഫാരിക്ക് പോവുകയാണ്. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെ ഒരു ഫിലിപ്പിനോ ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്വിറ്റ്സർലാൻഡിലുള്ള ഒരാളായിരുന്നു ഫ്രണ്ടിലിരുന്നത്. ഇത്രയും പേരായിരുന്നു ഞങ്ങൾ പോയത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ റൈഡ്.
خسارة بس يخاطب له يا ليلي يا ليلى بس نسبح لك يا الله بس ما نفسك النحلة صبرك أحلى حسنا طيار ونفعك بالرحلة عمل حليشه قلب معلق فيها من قدر الحاضر حكيه صاير بحلم فيها شو عامل حليشه قلب معلق فيها حكي صاير بحلم فيها جنن 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 الله يكرمني فيها جنن 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 الله يكرمني فيها ഒരു 15-20 മിനിറ്റ് നേരം ഞങ്ങൾ ശരിക്കും എയറിലായിരുന്നു. അങ്ങനെയായിരുന്നു ആ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എത്രത്തോളം അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ശരിക്കും നല്ല കുഴിയും ഒക്കെ ചാടി മറിഞ്ഞാണ് അവിടെ എത്തിയത്. ഭയങ്കര രസമായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സെൽഫിയും വീഡിയോസൊക്കെ എടുത്തു. ശരിക്കും നമ്മളെ വണ്ടി പോകുന്നത് നമുക്ക് വീഡിയോ എടുത്താൽ മനസ്സിലാവില്ല. പക്ഷേ മറ്റ് വണ്ടികൾ അതേപോലെ തന്നെ ഇരിക്കുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ മറ്റു വണ്ടികൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുമ്പോഴും അവർ ആ കുന്ന് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെയാണ് നമുക്ക് ഈശ്വര നമ്മളും ഇതുവഴി ഇങ്ങനെയൊക്കെ തന്നെയാണോ പോകുന്നത് നമുക്ക് തോന്നിപ്പോവും. അത്രയും രസമായിട്ടായിരുന്നു ആ പോക്ക്. ഈ വണ്ടി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മലേൻ്റെ മുകളിലേക്കൊക്കെ എന്ത് ഫാസ്റ്റായിട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അതിനകത്തിരിക്കുന്ന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മളൊരു വാട്ടർ തീം പാർക്കിൽ പോയിട്ട് ഒരു റൈഡിൽ കയറിയ അവസ്ഥയായിരുന്നു. നല്ല രസമായിട്ട്. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ടും 2 വർഷമായി. എന്നിട്ടും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡെസേർട്ട് സഫാരിക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വന്ന് ഇതാണ് നമ്മളുടെ ക്യാമ്പ്. ഇവിടെയാണ് നമുക്കുള്ള ഫുഡും അതുപോലെ തന്നെ ഒരു 5-6 നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഡാൻസുകളും, ഫയർ ഡാൻസ്, ബെല്ലി ഡാൻസ്, അങ്ങനെയൊക്കെ. പിന്നെ ഡിന്നറും ഉണ്ട്. പിന്നെ ചെന്ന ഉടനെ ഒരു സ്നാക്സും ചായയും അല്ലെങ്കിൽ കോഫിയും എന്താച്ചാൽ നമുക്ക് എടുക്കാം. ഇതൊക്കെ പേര് പറയാൻ എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് രൂപങ്ങളാണ്. കുറേ ലെങ്തിയാണ് ഇതൊക്കെ. ഞാൻ കട്ട് ചെയ്ത് ചെറിയ ഷോർട്ടായിട്ട് ഇട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ പോയിട്ട് മെഹന്തി ഇട്ടു. ചെറിയ രീതിയിലൊരു മെഹന്തി. ഇത് കോംപ്ലിമെൻ്ററി ആണ്. വലുതായിട്ടൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈ ഫുള്ളായിട്ട് ഇട്ട് തരും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് പിന്നെ ഡിന്നറിൻ്റെ ടൈമായി. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ബാർബിക്യൂ ഉണ്ട്, ബിരിയാണി, പിന്നെ നൂഡിൽസ്, സാലഡ്, പാസ്ത, റൊട്ടി, പിന്നെ ചന. 3 ടൈപ്പ് ചന ഉണ്ടായിരുന്നു. ഞാൻ ഈ ചനയാണ് എടുത്തത്. അവിടെ ഭയങ്കര റഷായിരുന്നു. ലൈനിൽ നിന്നിട്ട് ഞങ്ങൾ എടുത്തിട്ട് വന്നത്. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരുന്നിട്ട് ഇനി ഇത് കഴിക്കട്ടെ. പിന്നെ ഇതൊരു ഡെസേർട്ടാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ആ സമയം തന്നെ അവിടെ ഡാൻസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. ഇത് ഒത്തിരി ബൾക്കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണെന്നറിയില്ല, കുഴപ്പമില്ല. ആ സമയത്ത് വേറെയും ഡാൻസുകളൊക്കെ നടക്കുന്നുണ്ട്.
ഇത് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ദൂരെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ഇത് സിദ്ധു ഞാനിപ്പോൾ വരാമെന്ന് അമ്മ എന്നും പറഞ്ഞ് അങ്ങ് പോയൊരു പോക്ക്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പിൽ അവൻ ചെന്ന് നിൽക്കുന്നു, അവൻ തന്നെ തൊട്ട് മുമ്പ് പോയിട്ട് വീഡിയോ എടുക്കുന്നു. ഇത് തീയാണ് കത്തുന്നത്, ഞാൻ ശ്രദ്ധിച്ചതില്ല ഇവൻ പോയത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഈ ഒട്ടകങ്ങൾ അങ്ങ് പോയി കഴിയുമ്പോൾ കാണാം അതിൻ്റെ ഫ്രണ്ടിലൂടി ഒരു പയ്യൻ ഇങ്ങനെ നടന്നു വരുന്നത്. ഞാൻ ഇത്രയും ദൂരെ നിന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ അവൻ അതിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്തിട്ട് കൊണ്ടു തന്നു എനിക്ക്. അപ്പോൾ ആ ഒട്ടകത്തിൻ്റെ അടുത്ത് കൂടി അതാ പോകുന്നു, കണ്ടില്ലേ? ഞാൻ ഇതിനെ കണ്ടപ്പോഴാണ് അറിയുന്നത് ഇവൻ അങ്ങോട്ട് പോയത്. അതുപോലെ ഫയർ ഡാൻസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, ഒത്തിരി സമയം ഉണ്ടായിരുന്നു. ഇത് ലാസ്റ്റത്തെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ബൈ ഗൈസ്, അപ്പോൾ നമ്മൾ ലീവ് ചെയ്യുകയാണ്. ഇപ്പോൾ സമയം 8 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞു, ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ വന്ന സെയിം വണ്ടിയിൽ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.